ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചമാങ്ങ കൊണ്ട് മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു പപ്പടോ ഒരു മീൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷാണ്. വേറെ ഒന്നും എക്സ്ട്രാ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു കറി മാത്രം മതി ചോറിനാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. മാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ പച്ചമാങ്ങ റെസിപ്പീസും ആ പ്ലേലിസ്റ്റിലുണ്ടാവും. പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. കണ്ട് നോക്കുക. അത് അത്യാവശ്യം ഇതുപോലെ വലിപ്പമുള്ള ഒരു മാങ്ങ കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങ എടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഒരു 1.5 പിടിയോളം, 1.5 പിടി തികച്ചെടുക്കേണ്ട സാമ്പാർ പരിപ്പ്, തൂവരപ്പരിപ്പാണ്. അതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, വെള്ളത്തിൻ്റെ അളവൊന്നും ഒരുപാട് അങ്ങ് കൂടരുത്, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. കുറച്ച് പരിപ്പ് മതി കേട്ടോ, പരിപ്പിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടരുത്. 1.5 പിടി തികച്ചെടുക്കണ്ട കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ ഏകദേശം ഒരു 1.25 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എരിവിനനുസരിച്ച് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. മീഡിയം ടൈപ്പ് ഒരു മാങ്ങ, അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഓവർ പുളിയുള്ള മാങ്ങയാണെങ്കിൽ ആ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരമുറിയൊക്കെ ചേർത്ത് കൊടുത്താലും മതി. പുളി കുറവാണെങ്കിൽ 1.5 മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. ഓവർ പുളി ആവരുത്, എന്നാൽ അത്യാവശ്യം പുളി വേണം താനും, ആ ഒരു രീതിയിൽ. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായി വേവണം, എന്നാൽ അങ്ങ് ഒരുപാട് കുഴയുന്ന പരുവാവുകയും ചെയ്യരുത്, ഉടഞ്ഞു വരുന്ന ഒരു പരുവം, ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ. നിങ്ങൾക്കിത് വേണം എന്നുണ്ടെങ്കിൽ ഈ മാങ്ങ ഒത്തിരി ഉടയാൻ ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ പരിപ്പ് മാത്രം വേവിച്ചെടുക്കുക. എന്നിട്ട് മാങ്ങ അതിനകത്തേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്താലും മതി കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ മാങ്ങ തൊലിയോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം കട്ടിയുള്ള തൊലി അല്ലെങ്കിൽ നമുക്ക് തൊലിയോട് കൂടി ഇട്ട് കൊടുക്കാം. കട്ടിയുള്ള തൊലിയുള്ള മാങ്ങയാണെങ്കിൽ തൊലി ചേർക്കണ്ട. തൊലിയോട് കൂടി മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ മാങ്ങ അങ്ങ് ഒരുപാട് ഉടഞ്ഞു പോകില്ല കേട്ടോ. ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത്. വീട്ടിൽ തന്നെ ഉള്ളതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ചേർക്കാമല്ലോ, മരുന്നടിച്ചതൊന്നും അല്ലല്ലോ. അപ്പോൾ അതൊന്നായി വരട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു പിടിയും ഒരു ഇത്തിരി കൂടി തേങ്ങ എടുക്കാം. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉലുവയും, ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ള് ഉലുവയ്ക്ക് പകരം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 2 ചെറിയ ഉള്ളി, എരിവിനനുസരിച്ച് മുളക് പൊടി ഞാനൊരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അതായത് 2 ചെറിയ ഉള്ളി, ഒരു നുള്ള് ഉലുവ, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എത്ര എരിവ് വേണ്ടാത്തവർക്ക് അതും കുറയ്ക്കാം കേട്ടോ. പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം കൂടി ചേർക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് കൊണ്ടുവരാം. ആ സമയത്ത് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. എന്നിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞത് ആദ്യം പരിപ്പ് വേവിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇതുപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മാങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മാങ്ങ വെന്ത് വരുമ്പം ഈ അരപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ജീരകം ചേർക്കാൻ മറക്കരുത്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്. എന്നിട്ട് ആ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പരിപ്പായതുകൊണ്ട് തന്നെ ഇരിക്കുമ്പം കുറുകും, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കരുത്, എന്നാൽ അത്യാവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പില ചേർത്തു. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. മാങ്ങയും ഒരുപാട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിള വരണം, ഒരുപാട് വെട്ടി തിളയ്ക്കരുത്. തിള വരുമ്പോൾ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. വെട്ടി തിളപ്പിക്കരുത് കേട്ടോ, ആ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. കുറച്ചുകൂടി തിക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം, കാരണം ഇരിക്കുമ്പോൾ നന്നായിട്ട് കുറുകും കേട്ടോ. മാങ്ങയുടെ പുളി അത്യാവശ്യം ഉണ്ടായിരിക്കണം, അപ്പോഴാണ് ആ ശരിക്കൊരു ടേസ്റ്റ് കിട്ടുക. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മുരിങ്ങക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുരിങ്ങക്ക കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, അതും നല്ലതാണ്. ഓവർ കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരുപാട് പുളി കൂടുകയൊക്കെ ആണെങ്കിൽ ഒരു പൊട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ മാങ്ങയും തൈരും ഒക്കെ ചേർക്കുമ്പോൾ ആ ഒരു പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്ത് പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഓപ്ഷണലാണ്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല. ചിലർക്ക് മാത്രമേ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തൈര് ചേർത്തപ്പോൾ നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ തൈര് ചേർത്തിട്ടുണ്ടാക്കുമല്ലോ, അപ്പോൾ ഒരു പൊട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല, ഇഷ്ടപ്പെടുന്നവർ മാത്രം.
നല്ല പുളിയൊക്കെ കൂടുകയാണെങ്കിൽ ഇപ്പോൾ തൈര് ഓവർ പുളിയാണ്, മാങ്ങ ചേർത്ത കറികൾക്ക് കുറേ പുളി കൂടുകയാണ്, നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ പുളി കൂടും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു പൊട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് ആ ഒരു തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ചേർത്ത് അരയ്ക്കാത്തവർ, അപ്പോൾ ഉലുവ നിങ്ങൾ ചേർത്ത് അരയ്ക്കാതെ ഒരു നുള്ളു ഉലുവ അല്ലെങ്കിൽ ഒരു നുള്ളു ഉലുവ പൊടി അത് ചേർത്ത് അരയ്ക്കാത്തവർക്ക് ഈ കടുകിട്ടുന്ന സമയത്ത് ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉലുവ ചേർത്തിട്ടില്ല, നമ്മൾ ഓൾറെഡി തേങ്ങയിൽ അരച്ചല്ലോ. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2-3 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറായി വരണം. ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. ഈ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ച് ചേർക്കണം കേട്ടോ. അപ്പോഴും ചില കറികൾക്ക് ഉള്ളി നന്നായി മൂപ്പിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് മതി, ഒരുപാട് അങ്ങ് ഇടണ്ട. ഒരു 3-4 എണ്ണം അത്രയും മതിയാവും കേട്ടോ, ഒരു മീഡിയം ടൈപ്പ്. ഇനി 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില വേണ്ടുന്നവർക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മതിയാവും. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാ വീട്ടിലും മാങ്ങ ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. കുറേ പേർക്കൊക്കെ അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും, എന്നാലും ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നിപ്പോൾ ഞാൻ ഈ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വ്യത്യസ്തമായ ഒരുപാട് റെസിപ്പീസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങാക്കാലമൊക്കെ ആയി വരികയാണല്ലോ, അപ്പോൾ എല്ലാ വീട്ടിലും മാങ്ങ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ കറികളായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ദിവസം മുന്നേ ഞാനൊരു പച്ചമാങ്ങ റെസിപ്പി ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ, അത് മറക്കരുത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാം കേട്ടോ. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. വെജിറ്റേറിയൻ റെസിപ്പീസാണ് നമ്മൾ കൂടുതലും ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റേറിയൻ റെസിപ്പീസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് റെസിപ്പിയായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റെസിപ്പിയാണോ, ഇപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിൽ ഏത് വെജിറ്റബിളാണ് വേണ്ടതെന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെജിറ്റബിൾ വെച്ചുള്ള കൂടുതൽ റെസിപ്പീസ് ട്രൈ ചെയ്യാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.